വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PCR അല്ലെങ്കിൽ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ്റെ സ്റ്റെപ്സ് അത്രയും സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ PCR എന്ന് വെച്ചാൽ, അതൊരു ലബോറട്ടറി ടെക്നിക്കാണ്. നമ്മൾ ലാബിൽ പല ആവശ്യങ്ങളിലും DNA സീക്വൻസിങ്ങിൻ്റെ സമയത്തും DNA ബ്ലോട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഒരു ലാബിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ PCR യൂസ് ചെയ്യുന്നത്? നമുക്കൊരു സ്മോൾ സാമ്പിൾ ഓഫ് DNA ആണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. ആ ഒരു സ്മോൾ സാമ്പിളിൽ നിന്ന് DNA സെഗ്മെൻറ്റ്സ് ഉണ്ടാക്കണമല്ലോ. ആ DNA സെഗ്മെൻറ്റിൻ്റെ കോപ്പീസ് ഉണ്ടാക്കുക. അതായത് ഒരു DNA സാമ്പിളിൽ നിന്ന്, ഒരു DNA സെഗ്മെൻറ്റിൽ നിന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അതിൻ്റെ കോപ്പീസ്, ഐഡൻറ്റിക്കൽ കോപ്പീസ് ഉണ്ടാക്കുക. റാപ്പിഡ്ലി ആംപ്ലിഫൈ എന്ന് വെച്ചാൽ എണ്ണം വർദ്ധിപ്പിക്കുക, അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക, മെനി കോപ്പീസ് ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. അതൊരു ചെയിനായിട്ട്, ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്ന, 1 നിന്ന് 2 ആകും, 2 നിന്ന് 4 ആകും, അങ്ങനെ കൂടി പോകും. 4 നിന്ന് 8 ആകും, 8 നിന്ന് 16 ആകും, അങ്ങനെ. ഓക്കെ, അപ്പം എന്താണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ PCR മെയിൻലി 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന് ഡീനാച്ചുറേഷൻ, രണ്ടാമത്തേത് ആനലിങ്, മൂന്നാമത്തേത് എക്സ്റ്റൻഷൻ. അങ്ങനെ 3 മെയിൻ സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. പേര് പോലെ തന്നെ എന്താ, നമ്മൾ ആ DNA നമുക്ക് കിട്ടിയ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു സെഗ്മെൻറ്റിനെ ഡീനാച്ചുറേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് കയ്യിൽ കിട്ടിയ സെഗ്മെൻറ്റ് ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. ആ ഒരു ഡബിൾ സ്ട്രാൻഡിനെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റും. എങ്ങനെയാണ് ഈ ഡബിൾ സ്ട്രാൻഡിനെ സിംഗിൾ സ്ട്രാൻഡ് ആക്കുക? അതിന് നമ്മൾ എന്ത് ചെയ്യും? ആ DNA ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിന് ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. അതായത് 95 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് കൊടുക്കുക. 95 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കുമ്പം താനെ ഈ ഒരു DNA സെഗ്മെൻറ്റ് ബ്രേക്ക് ആകും. ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ആയിട്ട് 2 സിംഗിൾ സ്ട്രാൻഡ് നമുക്കിപ്പോൾ കിട്ടും. ഈ ഒരു 2 സിംഗിൾ സ്ട്രാൻഡാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ 2 സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്നത്, ആ 2 സിംഗിൾ സ്ട്രാൻഡിലും നമ്മൾ ആനലിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രോസസ്സിൽ ഒരു സാധനം ആഡ് ചെയ്യും. എന്താ, നമ്മൾ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ നടക്കുമ്പം ഇനീഷ്യേഷന് വേണ്ടിയിട്ട്, ആ ഒരു പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈമറാണ് ആഡ് ചെയ്യുക, അല്ലേ? നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു പ്രൈമർ, അതാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2 5' എൻഡിലും നമ്മൾ എന്ത് ചെയ്യും? പ്രൈമർ ആഡ് ചെയ്യും. ആനിലിംഗ്, അതായത് ഇലോങ്ങേഷൻ പ്രോസസ്സിന് ഒരു ഇനീഷ്യേഷൻ. 5' to 3' ആണല്ലോ ആഡ് ചെയ്യുക. അപ്പം ആദ്യം സിംഗിൾ സ്ട്രാൻഡ് ഉള്ളതിൽ നമ്മളിപ്പോൾ 2 സിംഗിൾ സ്ട്രാൻഡ് ഉണ്ട്. ആ 2 സിംഗിൾ സ്ട്രാൻഡിലും പ്രൈമർ ആഡ് ചെയ്തു. ഇനി മൂന്നാമത്തതാണ് എക്സ്റ്റൻഷൻ. അതിന് മുന്നേ ഈ ഒരു പ്രോസസ്സ് ആനിലിംഗ് നടക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 55 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. ഒരു പ്രോസസ്സിന് നമ്മളൊരു 55 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരും. എന്നാൽ മാത്രമേ പ്രൈമറിന് അവിടെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആനലിംഗ് ചെയ്തു. അടുത്തത് എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പം ഈ ഒരു പ്രൈമർ ആഡ് ചെയ്തതിന് ശേഷം അവിടെ ഒരു പോളിമറൈസ് എൻസൈം ആഡ് ചെയ്യും. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ടാഗ് പോളിമറൈസ് ആണ്. അതായത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം കൊടുക്കും. അതൊരു പോളിമറൈസ് എൻസൈമാണ്. അപ്പോൾ ഈ പ്രൈമറിൽ വന്ന് ആഡ് ചെയ്ത് കുറേ നൈട്രജൻ ബേസ് ഇങ്ങനെ ആഡ് ചെയ്ത് എന്ത് ചെയ്യും? ഈ ഒരു സിംഗിൾ സ്ട്രാൻഡിനെ 2 ഡബിൾ സ്ട്രാൻഡുള്ള കോപ്പീസാക്കി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു സൈക്കിൾ നടക്കുമ്പം ഒരു കോപ്പിയിൽ നിന്ന് 2 കോപ്പി ഉണ്ടാക്കി, അല്ലേ? ഇനി അടുത്തത് എന്താ? ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും ഈ കിട്ടിയ 2 കോപ്പിയിൽ നിന്ന്. അപ്പോൾ 2 എണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? 4 സിംഗിൾ സ്ട്രാൻഡ് കിട്ടൂലേ? ആ 4 സിംഗിൾ സ്ട്രാൻഡിൽ നിന്നും കൂടി എത്ര കിട്ടും? ഡബിൾ സ്ട്രാൻഡ്. ആ 4 എണ്ണത്തിലും വെച്ചിട്ട് 4 ഡബിൾ സ്ട്രാൻഡ് കിട്ടും. ആ 4 പിന്നെ 8 ആകും, 8 പിന്നെ 16 ആകും, അങ്ങനെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരും. അതാണ് ഒരു PCRൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് ഡീനാച്ചുറേഷനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. നല്ല ടെമ്പറേച്ചർ കൊടുക്കും. എത്ര? 95 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പം ആ ഒരു സിംഗിൾ സ്ട്രാൻഡ്, അതായത് സെപ്പറേറ്റ് ടു 2 സ്ട്രാൻഡ്സ്, 2 സ്ട്രാൻഡുള്ള ഡബിൾ സ്ട്രാൻഡിനെ സിംഗിൾ സ്ട്രാൻഡാക്കി മാറ്റും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ആനലിങ്ങിലേക്ക് എത്തുമ്പോൾ അവിടെ ടെമ്പറേച്ചർ 55 ഡിഗ്രി സെൽഷ്യസ് ആക്കും. അവിടെ നമ്മളൊരു പ്രൈമർ, ഒരു DNA സീക്വൻസ്, കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA സീക്വൻസ് ആയിട്ടുള്ള പ്രൈമർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം
എക്സ്റ്റൻഷൻ, അവിടെ ടെമ്പറേച്ചർ പിന്നെയും 72°C ആക്കും. ടാഗ് പോളിമറൈസ് അവിടെ ആഡ് ചെയ്യും, എക്സ്റ്റൻഷൻ തുടങ്ങും, പുതിയൊരു DNA സിന്തസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു 3 സ്റ്റെപ്പ് പിന്നെയും സൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 20-40 സൈക്കിളൊക്കെ ഒരൊറ്റ PCR ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്രയും ലക്ഷക്കണക്കിനൊക്കെ അത്രയും DNA സെഗ്മെൻറ്റ്സ് നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഡിസീസ് കണ്ടുപിടിക്കാനും ഫോറൻസിക് സയൻസിലും ക്രൈം സീനിലൊക്കെ യൂസ് ചെയ്യും. DNA സീക്വൻസിങ്ങിൽ, ജനറ്റിക് റിസർച്ച്, പ്രീനാറ്റൽ സ്ക്രീനിങ്, നമ്മൾ ഗർഭസ്ഥ ആ ഒരു കുട്ടി വയറ്റിലുണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കേണ്ട കേസിൽ, ഡ്രഗ് ഡെവലപ്മെൻറ്റ്, മരുന്ന് കണ്ടുപിടിക്കാൻ, അഗ്രികൾച്ചർ, ടിഷ്യൂ കൾച്ചറിൽ പോലെയുള്ള ആ ഒരു ടെക്നിക്കിലൊക്കെ, പിന്നെ ഇവല്യൂഷണറി ബയോളജിയിൽ, ഇതിലൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര റാപ്പിഡാണ്, ഭയങ്കര സ്പീഡിൽ നടക്കും, കോസ്റ്റ് ഇഫക്റ്റീവാണ്. ഒരു ചെറിയ സാമ്പിളിൽ തന്നെ നമുക്ക് മില്യൺസ് ഓഫ് ഒരു DNA സെഗ്മെൻറ്റ്സിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയാണ് PCR എന്ന് പറയുന്നത്. താങ്ക് യു.